ഹലോ പീപ്പിൾ, ഞാനിപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കങ്ങനെ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞാനിങ്ങനെ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇന്നലെ കുറച്ചു നേരം ചുമ്മാ പുറത്തിറങ്ങി ഏകാന്തത അടിച്ചിരുന്നേക്കാം എന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ പണ്ട് മുതൽ ഇങ്ങനെ വീഡിയോകൾ എഡിറ്റ് ചെയ്യുമായിരുന്നു. പണ്ട് പോലെ എൻ്റെ ചെറുപ്പം മുതലേ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ മിക്ക എൻ്റെ പ്രായത്തിലുള്ള മിക്ക ആൾക്കാരും ചെയ്തിട്ടുണ്ടാവും. പണ്ട് വിൻഡോസ് മീഡിയ പ്ലെയർ ഉണ്ടായിരുന്ന സമയത്ത്, പിന്നെ അന്ന് വിൻഡോസ് XP ഒക്കെ ആയിരുന്നു. ആ സമയത്ത് ഞാൻ ഇങ്ങനെ വീഡിയോകൾ വീട്ടിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഞാനതിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്ത് അന്നേരം വിൻഡോസിൽ ഒരു മീഡിയ പ്ലെയർ ഉണ്ടായിരുന്നു. മീഡിയ പ്ലെയറിൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്നതിൻ്റെ പേരൊന്നുമില്ലോ, എന്തോ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു. അതിൻ്റെ ഡിഫാൾട്ടുള്ള സോഫ്റ്റ്വെയറാണ്. അപ്പോൾ ആ സാധനത്തിൽ നമുക്ക് ഇങ്ങനെ ഇത് ഇട്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ പീസ് ആക്കിയിട്ട് ജോയിൻ ചെയ്ത് ഇങ്ങനെ എഫക്റ്റുകളൊക്കെ വാരിയിട്ട് അതെനിക്ക് തോന്നുന്നു ആ സമയത്ത് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് വലിയ അതുകൊണ്ട് തന്നെ എനിക്കത് വലിയ സംഭവമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും വീഡിയോ എടുത്താലും ഒരു പെർഫെക്ഷൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതായത് ഞാൻ എന്ത് എടുത്താലും എനിക്കത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. അതായത് എൻ്റെ വീഡിയോയിൽ മൈന്യൂട്ടായിട്ടൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എനിക്കത് ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് ഭയങ്കരമായിട്ട് അത് വേണ്ട എന്നും പറഞ്ഞ് ഞാൻ ആ ഭാഗം കട്ട് ചെയ്ത് കളയും. ഞാൻ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ അങ്ങനെ ചെറിയ മിസ്റ്റേക്ക്, അതായത് ഈവൻ ഞാൻ പറയുന്നതിൻ്റെ ലിപ്സിങ്ക് അല്ലെങ്കിൽ ഞാൻ പറയുന്ന എന്തെങ്കിലും വാക്ക് ആ വാക്ക് വേണ്ട എന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ വാക്കിൻ്റെ ഭാഗമുള്ള ഏരിയ ഞാൻ കട്ട് ചെയ്ത് കളയും. എനിക്കത് വേണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഡീറ്റെയിലിങ് ഞാൻ നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ട്രെയിനിങ് എടുത്തുകൊണ്ടിരുന്നത്, ഞാൻ എൻ്റെ പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട് CA ട്രെയിനിങ് എടുത്തുകൊണ്ടിരുന്നത് ഞാൻ എറണാകുളത്തൊരു ഓഫീസിൽ. അപ്പോൾ എറണാകുളത്ത് ഞാൻ ആ ഓഫീസിൽ ട്രെയിനിങ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇതേപോലെ ഓണത്തിൻ്റെ ഞാൻ അവിടെ ജോയിൻ ചെയ്ത് നെക്സ്റ്റ് വീക്ക് എങ്ങാണ്ടാണ് ഓണത്തിൻ്റെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓണത്തിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അന്നേരം അവിടെ എനിക്ക് അന്നേരം പുതിയ ഫോണൊക്കെ ഉണ്ട്, ഈ പറഞ്ഞ മോട്ടറോളയൊക്കെ എൻ്റെ വന്നായിരുന്നു. ആ സമയത്താണ് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അന്നേരം അവിടുത്തെ പുതിയ ഓഫീസാട്ടോ. എനിക്കങ്ങനെ ഓഫീസിലുള്ള മീൻസ് അവിടുത്തെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്തേക്കുന്ന ആൾക്കാരെ മാത്രം പരിചയമുണ്ടെന്നല്ലാതെ അതിന് മേളിൽ എനിക്ക് അവരെ ഒന്നും വലിയ മീൻസ് അത്രയും പരിചയമുള്ളൂ. എനിക്ക് അവിടെ ഒരു ടെററായിട്ടുള്ള ഒരു സാറുണ്ടായിരുന്നു. പുള്ളിക്കാരനെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. എന്നുവെച്ചാൽ പുള്ളിക്കാരൻ ഭയങ്കര പേടിപ്പിക്കലും പുള്ളീനെ മൊത്തത്തിൽ ആ ഓഫീസിൽ എല്ലാവർക്കും പേടിയാണ്. പുള്ളിയുടെ ഓഫീസിലേക്ക് കയറേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും വലിയ സീൻ വേറെ ഇല്ല. കാരണം നമ്മൾ അത്രയ്ക്ക് അലമ്പ് കാണിച്ച് കഴിയുമ്പോഴാണ് പുള്ളി വിളിക്കുന്നത്. പുള്ളി ഓഫീസിൽ കയറി കഴിഞ്ഞാൽ തെറിയാണ് ബഹളം. അപ്പോൾ അങ്ങനത്തെ ഒരു സീനൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ ആ ഓഫീസിൽ അങ്ങനെ കയറിയേക്കുന്ന കുറച്ച് പേരിലുള്ളൂ. അതുപോലെ അതിലുള്ള ഒരാളാണ് ഞാനൊരു സാഹചര്യത്തിൽ അങ്ങോട്ട് കയറേണ്ടി വന്നു. അത് അതും വേറെ മാറ്റർ. അതൊന്നും വലിയ എൻ്റെ തെറ്റായിട്ട് എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അത് പുള്ളി ഉദ്ദേശിച്ചതുപോലെ ഒരു സാധനം കിട്ടിയില്ല. പക്ഷെ ഞാൻ അതിലും ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ പുള്ളിക്ക് ഞാനത് പ്രസന്റ് ചെയ്ത് കൊടുത്തു. അന്നേരം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി ഉദ്ദേശിച്ച പോലെ എത്ര നാൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് അതൊക്കെ വേറെ കിടക്കുക. അതൊന്നും വലിയ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ഓടി നടന്ന് വീഡിയോ എടുക്കുമായിരുന്നു. ഞാൻ ആ ഓണത്തിൻ്റെ വീഡിയോ ഓടി നടന്ന് വീഡിയോ എടുക്കുക. അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് എന്നെ അടുത്ത് എല്ലാവരും എന്നെ ഭയങ്കര ഇതായിട്ടാട്ടോ കാണുന്നത്. അതായത് എന്തോടാ ഇങ്ങനെ എന്നുള്ള രീതിയിൽ കാണുക. കാരണം ഒരു മനുഷ്യർ അതേപോലെ അത്രയ്ക്ക് ധൈര്യം കാണിച്ചിട്ടില്ല. ഞാൻ ധൈര്യം കാണിച്ചതൊന്നുമല്ല. എനിക്കറിയത്തില്ലായിരുന്നു പുള്ളി ഇത്രയും വലിയ മേരക സീനാന്നുള്ളത്. എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ നോർമലി വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അതിൽ നടന്ന് ഫുള്ള് അവിടെ ഓണത്തിന് നടന്ന പരിപാടികൾ മൊത്തം പൂക്കളം ഇടുന്നത് മുതൽ ഫുഡ് കഴിക്കുന്നത് മുതൽ എല്ലാ സാധനം ഈച്ച് ആൻഡ് എവറിത്തിങ് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഞാൻ ആ വീഡിയോ കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി കറക്റ്റ് നല്ല വീഡിയോയ്ക്കകത്തുള്ള നല്ല പോർഷൻസ് എടുത്ത് ഞാൻ അതിൻ്റെ അകത്ത് ഒരു ജോയിൻ ചെയ്ത് ഞാനൊരു പൂക്കൾ മേടിക്കാൻ പോകുന്നത് മുതൽ അതൊരു സ്റ്റോറി പോലെ ഞാൻ അതിന് ഒരു പാട്ടിന് വേണ്ടിയിട്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ടു. ഓണത്തിൻ്റെ ഒരു പാട്ട് വേണമല്ലോ എന്ന് ചോദിച്ചു. പക്ഷേ എൻ്റെ താളത്തിനനുസരിച്ചുള്ള ഓണപ്പാട്ട് അന്ന് അത്ര അവൈലബിൾ അല്ലായിരുന്നു. അന്നത്തെ കുറേ സ്ലോ മൂവിങ് പാട്ടുകളായിരുന്നു. ഈ സ്ലോ മൂവിങ് പാട്ടുകളിലുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എനിക്കിങ്ങനെ കട്ടുകൾ ഇടാൻ പറ്റില്ല. മീൻസ് നമുക്ക് പാട്ടിലിടാം, പക്ഷെ അന്നേരം അതൊരു സ്ലോ മോഡിൽ ഇടാൻ പറ്റുള്ളൂ. ഞാൻ ഇങ്ങനെ കട്ടുകൾ കടകടകടന്ന് കട്ട് ചെയ്ത് തരുന്ന ആളാണ്. എനിക്ക് അങ്ങനത്തെ ഇടുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അതേപോലെ കട്ടുകൾ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഞാനൊരു ഇംഗ്ലീഷ് പാട്ടിൻ്റെ അകത്ത് ഞാൻ ഇട്ടു. അപ്പോൾ ആ വീഡിയോ അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആ വീഡിയോ. പക്ഷെ എല്ലാവരുടെയും ഒരു ഇഷ്യൂ അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു ഓണപ്പാട്ടല്ല എന്നുള്ളൊരു ഇഷ്യൂ ആയിരുന്നു.
പക്ഷെ എനിക്കതിൽ ഭയങ്കര റിഗ്രറ്റ് ഉണ്ടായിരുന്നു. കാരണം ഞാനത് കുറേ ആലോചിച്ച്, ഞാൻ ഏത് വീഡിയോ ഇടും, ഞാൻ പാട്ടിന് വേണ്ടി തന്നെ ഞാൻ കുറേ ആലോചിച്ചു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഒരു രക്ഷയില്ലാതെ ആയി കഴിയുമ്പോൾ വീഡിയോ ഇടണമല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ ആ പാട്ടിന് ഞാൻ ആ വീഡിയോ എടുത്തത്. അന്നേരം അവിടെ ഉണ്ടായിരുന്ന ചേച്ചിമാർ, അവിടെ വർക്ക് ചെയ്തിരുന്ന ചേച്ചിമാർ, അതെന്ന് വെച്ചാൽ പ്രായ ചേച്ചിമാരാണ്. ആ ചേച്ചിമാർക്ക് ഇതൊക്കെ ഭയങ്കര കൗതുകമുള്ള കാര്യമാണ്. ആ ചേച്ചിമാർ ഇത് ഭയങ്കര സീനായിട്ട് എടുത്തിട്ട് ആ ചേച്ചിമാർ വരുന്നവരെയും പോണവരെയും ആ ഓഫീസിലൊക്കെ ചുമ്മാ വരുന്നവരെയൊക്കെ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ സ്റ്റാഫ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ഇവന് ഇങ്ങനെ ചെയ്താണെന്നും പറഞ്ഞിട്ട് എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് അവരുടെ സെർവറിൽ നിന്ന് എടുത്ത് കാണിച്ചൊക്കെ കൊടുക്കുക. എനിക്കത് കണ്ടിപ്പോൾ എനിക്ക് ഭയങ്കര അത് പുതിയൊരു ഫീലായിരുന്നു. എനിക്ക് എന്താ ചെയ്യണ്ടേ എന്നറിയാൻ പാടില്ലാത്തൊരു ഇതായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. പണ്ട് മുതലേ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ താല്പര്യമുള്ള ആളാണ് ഞാൻ. പിന്നെ ഒരിടയ്ക്ക് ടിക്ടോക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ടിക്ടോക്കിലൂടെ വീഡിയോ എല്ലാവരും നമ്മൾ മറ്റേ തന്നെ ആക്ട് ചെയ്തിട്ടിരുന്ന വീഡിയോസ് ഉണ്ടല്ലോ, ഞാൻ അതേപോലത്തെ വീഡിയോസ് എടുക്കാൻ എല്ലാവരും അങ്ങനെ എടുക്കുവാണ്. അപ്പം ഞാനും എന്നാൽ എടുത്തേക്കാം എന്ന് വിചാരിച്ച് ഞാനും അതേപോലെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. വീഡിയോസൊക്കെ ഇങ്ങനെ വാരി ഇടുന്നു, അങ്ങനെയൊക്കെ ഇട്ടുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് ഇടുന്നു അങ്ങനത്തെ ഒന്നുമില്ല. എനിക്ക് ടൈം കിട്ടുമ്പോൾ, കാരണം എനിക്ക് ആ സമയത്ത് ഞാൻ അന്നേരം CA പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ്. നമുക്ക് ഇതൊന്നും ചെയ്യാനൊന്നും അങ്ങനെ സമയമൊന്നും കിട്ടുമെന്നില്ല. ഇതിനൊന്നും അങ്ങനെ സമയം കിട്ടും. നമ്മൾ പഠിക്കാൻ തന്നെ ഒരു ലോഡ് ടൈം എടുക്കും. അത് തന്നെ തലയിൽ കയറാതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ സാധനങ്ങളോടെ എങ്ങനെ ടൈം എടുത്ത് ചെയ്യും, വലിയ പാടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ പരിപാടി ഞാൻ അങ്ങോട്ട് കുറച്ച് കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത്. വല്ലപ്പോഴും ഒക്കെ ഇതേപോലെ ബോറടിച്ച് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ 1-2 വീഡിയോ എടുത്തിടും. പക്ഷെ നല്ലപോലെ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കങ്ങനെ അതിനെ പറ്റിയൊരു കമ്പനി എൻ്റെ ഇല്ല. ആക്ച്വലി ഫസ്റ്റ് നമുക്ക് വേണ്ടത്, നമുക്ക് അതേ മോഡില് താല്പര്യമുള്ള ഒരു 2 കമ്പനി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു ആശയം പറയുമ്പോൾ അത് കേൾക്കാനും അല്ലെങ്കിൽ അതിനോട് താല്പര്യമുള്ള ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരിയോടെ ഈസി ആയിരിക്കും. നമ്മുടെ ആ ഒരു ഏരിയയിലേക്കുള്ള ആ ഒരു താല്പര്യമുള്ള ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയിലേക്ക് നമുക്ക് അവിടെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഈസി ആയിരിക്കും. അതായത് അങ്ങനെ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ. എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നവർക്കൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയണില്ല. എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന അൽക്കേഷ്, ഞങ്ങൾ ഹീറോ എന്നാണ് പുള്ളിനെ വിളിക്കുന്നത്. പുള്ളിക്കൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു അന്നത്തെ കാലത്ത് കേട്ടോ. അത്ര ഒന്നുമില്ല. അപ്പോൾ പുള്ളി ജീവിതമൊക്കെ ആയിട്ട് തിരക്കൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. എൻ്റെ ഒപ്പം എന്തെങ്കിലും ഇതേപോലെ ആക്ട് ചെയ്തിട്ടുള്ള വീഡിയോ അങ്ങനത്തെ എന്താണെന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്തൊക്കെ ജോയിൻ ചെയ്തുകൊണ്ടിരുന്ന ഇവനൊക്കെ ആയിരുന്നു. പിന്നെ ഞാനൊരിടയ്ക്ക് പോകുന്നതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കായിരുന്നു, ചുമ്മാ ഒരു രസത്തിന്, നമ്മുടെ ഒരു മെമ്മറി എന്നുള്ള രീതിയിൽ. ആ വീഡിയോയൊക്കെയാണ് ഞാൻ ഇങ്ങനെ കണ്ട് റീകോൾ ചെയ്ത്, ഓ മൈ ഗാഡ്, ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്, എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ആലോചിച്ച് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരുന്ന സാധനം അതൊക്കെയായിരുന്നു. ഞാൻ ഈ പെർഫെക്റ്റ് ആക്കാൻ നോക്കുന്നതുകൊണ്ടാണ് എൻ്റെ വീഡിയോകൾ പുറത്തിറങ്ങാൻ ഭയങ്കര താമസം എടുക്കുന്നത്. കുറേ ലേറ്റ് ആവുന്നു. അതുകൊണ്ടാണ്. നമുക്ക് പിന്നെ ലേറ്റൊക്കെ ആക്കാതെ സമാധാനമായിട്ട് ഈസി ആയിട്ടുള്ള രീതിയിൽ വീഡിയോ ഇറക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെർഫെക്ഷൻ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഇനി പെർഫെക്റ്റ് ഇല്ല. എൻ്റെ ജീവിതമേ പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് ജീവിതത്തിലുള്ള വീഡിയോകളും പെർഫെക്റ്റ് ആവണം എന്ന് വാശി പിടിക്കാൻ പാടില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇനി മുതൽ പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോകൾ ഇറക്കും. അത് പക്ഷേ സമയമെടുക്കും. ഭയങ്കര എഡിറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ടൈം എടുക്കും, നല്ല രീതിയിൽ ടൈം എടുക്കും. ഇതാകുമ്പോൾ എഡിറ്റ് ചെയ്യാനൊന്നും സമയമൊന്നുമില്ല. പടപടപടന്ന് ഈസി ആയിട്ട് എന്തെങ്കിലും പറയാം, നമുക്ക് പറയാനുള്ളത് പറയാം, വീഡിയോ എടുത്തിടുക. ദാറ്റ്സ് ക്വൈറ്റ് ഈസി. സോ ദാറ്റ്സ് വൈ ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് പുറത്തേക്ക് പോകണം, എവിടെയെങ്കിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ എടുക്കണം. അതേപോലെ കുറച്ച് വീഡിയോസ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, സിയാ.